48 മണിക്കൂറിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകൾ തകർക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് ഇറാന്റെ മറുപടി വന്നിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടെ ശത്രുക്കൾക്കും അവരുമായി ബന്ധമുള്ളവർക്കും ഒഴികെ മറ്റെല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കുകയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മറുപടിയാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മാരിടൈം ഏജൻസിയിലെ ഇറാൻ പ്രതിനിധിയാണ് ഇക്കാര്യം പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്ക് ശത്രുക്കൾ ഒഴികെ എല്ലാവർക്കും തുറന്നു കിടക്കുന്നു. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷനിലെ ഇറാൻ പ്രതിനിധി അലി മൗസവി പറഞ്ഞു. എന്നാൽ കപ്പലുകളുടെയും അവരുടെ ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് ഇറാനിയൻ അധികാരികളുമായി ഏകോപനം ആവശ്യമാണെന്നും ഇറാൻ പ്രതിനിധി പറയുന്നുണ്ട്. മാരിടൈം സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും നാവികരെ സംരക്ഷിക്കുന്നതിനും IMOയോടും മറ്റു രാജ്യങ്ങളോടും സഹകരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും മൗസവി പറയുന്നു. ഇറാൻ നയതന്ത്രത്തിന് മുൻഗണന നൽകുന്നുണ്ട്. പൂർണ്ണമായ അധിനിവേശം അവസാനിപ്പിക്കലും പരസ്പര വിശ്വാസവും ഉറപ്പാക്കലുമാണ് പ്രധാനം. പിന്നാലെ ട്രംപിന് മറുപടിയായി ഇറാന്റെ ഇന്ധന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ ഈ മേഖലയിലെ അമേരിക്കയുടെയും സയനിസ്റ്റ് ഭരണകൂടത്തിന്റെയും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടുമെന്നാണ് ഇറാന്റെ സൈനിക നേതാവ് മുന്നറിയിപ്പ് നൽകുന്നത്. ഏറ്റവും വലുതെന്നായിരിക്കും ആക്രമണങ്ങളുടെ തുടക്കമെന്ന് ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. അതിനിടെ ഗൾഫ് രാജ്യങ്ങളിലെ സുരക്ഷയ്ക്ക് കാര്യമായ തകരാറുകൾ സംഭവിച്ചു എന്ന് തെളിയിക്കുന്ന അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ ഖത്തർ സൈനിക ഹെലികോപ്റ്റർ കടലിൽ തകർന്നു വീണതായാണ് റിപ്പോർട്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയുണ്ടായ ഈ ദാരുണമായ അപകടത്തിൽ UAE സായുധ സേനയിലെ 2 അംഗങ്ങൾ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഖത്തറിന്റെയും UAEയുടെയും സംയുക്ത പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾക്കിടയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയുടെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനായുള്ള പെട്രോളിങ്ങിനിടെയാണ് അപകടം. ഹെലികോപ്റ്റർ തകരാനുണ്ടായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ലെങ്കിലും സാങ്കേതിക തകരാറോ മോശം കാലാവസ്ഥയോ ആകാമെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കെ ഈ സമയത്ത് ഗൾഫ് രാഷ്ട്രങ്ങൾ തങ്ങളുടെ അതിർത്തികൾ സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സൈനിക അപകടങ്ങൾ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഇറാൻ-ഇസ്രായേൽ യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ സംവിധാനം നിരന്തരം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനാൽ ഇറാനെ ചെറുത്തു നിൽക്കാൻ ഗൾഫ് മേഖല ശ്രമം തുടരുകയാണ്. എന്നിരുന്നാലും സേനയിലുണ്ടാകുന്ന നഷ്ടം ഇനി വരുന്ന യുദ്ധ സാഹചര്യങ്ങൾക്കും പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും. പ്രതിരോധിക്കാനുള്ള സൈനിക സമ്പത്ത് എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും ഉണ്ടാവുക എന്നത് ഇപ്പോഴും യുദ്ധ സാഹചര്യത്തിൽ അനിവാര്യമാണ്.